മാർട്ടിൽ ലൈവ് ഒരു ഡെലിവറി ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 10-20ഓളം വണ്ടികൾ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന കാണാൻ പറ്റും. കാരണം കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രമാത്രം പൂര കച്ചവടം പോലെ വണ്ടി സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ബൈക്ക് മാർട്ട് എന്ന് പറയുമ്പോൾ. CBR 150 വെറും നമുക്കൊരു 65,000 രൂപ കൊടുക്കാം. വണ്ടി നല്ല രക്ഷയില്ലാത്ത ലുക്കാട്ടെ ഈ CBRന്റെ പ്രത്യേകത. നല്ല നീറ്റ് വണ്ടിയാണ്, പക്ക കണ്ടീഷൻ വണ്ടിയാണ്. സ്പ്ലെൻഡറിന്റെ ഓർഡിനറി മോഡലാണ്. ഈ അതേപോലെ തന്നെ 2019 മോഡൽ വണ്ടി, കിടിലൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ എന്റെ അടുത്ത് വന്നോ, ഞാൻ കൊടുത്തോളാം. നമുക്കൊരു 98,000 രൂപയ്ക്ക് 2019 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 98,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, ഉഗ്രം വണ്ടി. 25,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപ 2014 മോഡൽ CBS 25,000 രൂപ ഉള്ളൂ. 25,000 രൂപ ഉള്ളൂ. നല്ല ഇഞ്ചിനൊക്കെ നല്ലതാണ്. 2014 വണ്ടിയാണ്. നമുക്കൊരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടിയും 2011 മോഡൽ വണ്ടിയാണ്. 25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ പൾസറാണ്. പൾസർ 2013 വണ്ടിയാണ്. ഏകദേശം 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2018 മോഡൽ ക്ലാസിക് ഗൺമെറ്റൽ ഗ്രേ വണ്ടി 1,12,000 രൂപയ്ക്ക് ഉണ്ടാവും. 1,12 ഈ വണ്ടി കൊടുക്കാം. വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള ഓഫർ ഉണ്ട്. 1,12 XL 100 എന്ന് പറഞ്ഞ മോഡലാണ്. 2017 മോഡലാണ്. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വെറും 16,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 വണ്ടിയാണ്. വെറും 16,000 രൂപ. നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടി, ഒരു കുഴപ്പമില്ല, ക്ലീൻ വണ്ടി. 16,000 രൂപയ്ക്ക് ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, ഷോപ്പിലെ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അത്യാവശ്യം പോകും. അതിന് വേണ്ടി വണ്ടിയാണ്. നമ്മളിൽ XL 100 ഉണ്ടെന്ന് അറിയിക്കാനാണ്. ഇപ്പൊ നെക്സ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവണം. വണ്ടിയൊക്കെ എടുത്തു അല്ലേ? മക്കൾക്കാണ് വണ്ടി എടുത്തത്? വാപ്പയ്ക്ക് എടുത്തു കൊടുത്താണ്. എങ്ങനെയുണ്ട് ഒരു വണ്ടിയൊക്കെ? എങ്ങനെയുണ്ട് വണ്ടി? ധാരാളമായിട്ട് ഇവിടുത്തെ പിന്നെ ഈ നിങ്ങൾ ഇവിടുന്ന് യൂട്യൂബിൽ ഇവിടുന്ന് എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. ഇവിടുത്തെ നിലപാടുകളും പെരുമാറ്റവും നല്ലതാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ വന്നിട്ട് വാസ്തവത്തിൽ 1-2 മണിക്കൂറേ ആയിട്ടുള്ളൂ. വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു. സന്തോഷം. നല്ല വണ്ടി. വാപ്പയ്ക്ക് എടുത്തു കൊടുത്താണോ? അതെ. ഓ പൊളി, കൺഗ്രാജുലേഷൻ. അപ്പൊ നാസർക്ക നമസ്കാരം. നമസ്കാരം. നമ്മുടെ ലൊക്കേഷൻ ബൈക്ക് മാർട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന് അടുത്തുള്ള ബൈക്ക് മാർട്ട്. അതായത് മെട്രോന്റെ തൊട്ട് മുന്നില്, മെട്രോയുടെ തൊട്ട് മുന്നില് 500 മെട്രോയുടെ പില്ലർ നമ്പർ 550 550ന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. എറണാകുളത്താണ്, കലൂർ സ്റ്റേഡിയത്തിന് അടുത്ത് തന്നെയാണ്. അത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതലും കൊച്ചിയിലെ ഏറ്റവും കൂടുതലും ബൈക്ക് വിൽക്കുന്ന ഷോറൂം. അപ്പൊ ഫസ്റ്റ് വണ്ടി തന്നെ NS-ന്റെ 200. NS 200 2012-13 വണ്ടിയാണ്. വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി നീറ്റായിട്ട് വണ്ടി, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 45 നമ്മുടെ ചോദിക്കുന്ന വില. എബിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമാണ് നമുക്ക് 45 രൂപ പറഞ്ഞ നല്ല ടയർ, എഞ്ചിനൊക്കെ നല്ലതല്ലേ? എഞ്ചിനൊക്കെ നല്ലതാണ്, വണ്ടി കാണാനും നല്ലതാണ്. നല്ല ഈ നീല പെയിന്റിന്റെ പ്രത്യേകത വണ്ടി വെറും 28,000 കിലോമീറ്റർ 28,113 കിലോമീറ്റർ ഓടിയ നല്ല പക്ക കണ്ടീഷനിലായിട്ടുള്ള 2012-13 രജിസ്ട്രേഷനിലുള്ള NS-ന്റെ 200 വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. 2012-13 വണ്ടിയാണ്. ഇതിന് ലോൺ കിട്ടുമോ? ഇതിന് ലോൺ കിട്ടൂല. അതിന് വെറും ഇതിനകത്ത് വലിയ വില വരുന്നില്ല. 45 നമ്മൾ ചോദിക്കുന്ന വില. എബിയുടെ വീഡിയോ കണ്ടു വരുന്നവർ പ്രത്യേകം പറയണം, ഞാൻ എബിയുടെ വീഡിയോ കണ്ടിട്ട് വന്നേക്കണെന്ന് പറഞ്ഞാൽ കിട്ടൂല. എബിയുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് എന്താണെങ്കിലും 42,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 42,000 രൂപ. അപ്പൊ അതിനകത്ത് ടയർ നല്ലതാണ്, ബോഡി നല്ലതാണ്, എല്ലാ ഭാഗവും നീറ്റാണ്, ഫുൾ നീറ്റ് വണ്ടി. നമുക്ക് വെറും 42,000 രൂപ. അതും എബിയുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ചും പറഞ്ഞത്. നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടി, 28,111 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇനി അതിന് പിന്നെ 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ കമന്റുകൾ പല രീതിയിൽ കമന്റുകൾ വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ബൈക്ക് മാർട്ടിന് എന്താ പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് 100% ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കാം. അതല്ലാതെ നമ്മൾ വണ്ടി വന്ന് നോക്കി വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓടിച്ചു നോക്കിയിട്ട് 100% ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. വീണ്ടും വീണ്ടും പറയാണ്. ഓക്കെ അല്ലേ? അല്ലാതെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. നമ്മളിവിടെ ഇത്ര വണ്ടികൾ പരിചയപ്പെടുന്നു. ബൈക്ക് മാർട്ടിൽ ഒരു 1000-കണക്കിന് വണ്ടികൾ മാസങ്ങളിൽ സെയിലാവുന്ന സ്ഥാപനമാണ് ബൈക്ക് മാർട്ട്, അല്ലെ? ഉറപ്പായിട്ടും.
പിന്നെ കസ്റ്റമർ ഡീലിംഗിന്റെ ഭാഗത്ത് അങ്ങനെ ചെറിയ കമന്റുകൾ വരുന്നുണ്ട്, അതിന്റെ എന്താ അഭിപ്രായം? കസ്റ്റമർ ഡീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല എംപ്ലോയീസ് ആണ്, പല എംപ്ലോയീസ് ആണ്, പല എംപ്ലോയീസിനും പല സ്വഭാവമാണ്. ഈ പറഞ്ഞ പോലെ 100% ഗ്രാജുവേറ്റ്സ് ഒന്നും അല്ല നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്നവർ. നമ്മുടെ ഒരു സാധാരണ വണ്ടി ഷോപ്പാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ, പിന്നെ എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വരില്ല എന്നല്ല, വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ക്ഷമ ചോദിക്കാനല്ലാതെ നമുക്കൊന്നും അറിയില്ല. കാരണം ഇതിൽ ആരുടെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കണമെന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വലിയ മാക്സിമം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ ഞാനിവിടെ തന്നെ ഉണ്ട്. എന്റെ അടുത്തൊന്ന് പറയാം, ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പരിഹരിക്കാം. വണ്ടി ഏതെങ്കിലും കാരണവശാൽ വിലയുടെ ഭാഗത്താണെങ്കിലും എന്താണെങ്കിലും ഞാനിവിടെ ഉണ്ട്. 24 മണിക്കൂറും ഞാൻ ഈ ഷോപ്പിൽ തന്നെ ഉണ്ട്, വേറെ എങ്ങും പോകുന്നില്ല. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് പറ്റുന്നതിന്റെ അടുത്ത് ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്തു തരാം. വണ്ടി കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമുക്ക് റിസ്കോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി കണ്ട് നോക്കി ഇഷ്ടപ്പെട്ട് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക്, ഇഞ്ചിന്റെ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. കാരണം ഇതിൽ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഇഞ്ചിന്റെ പ്രശ്നങ്ങൾ 1 മന്തിനുള്ളിൽ എന്തെങ്കിലും വന്നാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുമെന്നല്ലാതെ നമുക്കത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കാന്നുള്ള പറ്റുള്ളൂ. അല്ലാതെ വണ്ടിയുടെ ബോഡി കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ്, അല്ലെങ്കിൽ ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഗ്യാരണ്ടിയോ ഉണ്ടാവുന്നതല്ല. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി പറയണതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. അതാണ് നമുക്ക് ഏറ്റവും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഡിയോ ഇരിക്കുന്നുണ്ട്. 2018 മോഡൽ ഡിയോ ആണ്. നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, നീറ്റ് ലുക്കുള്ള വണ്ടിയാണ്, പക്ക വണ്ടി. അടുത്ത് വരുന്ന മാസ്ട്രോ ആണ്, നമുക്ക് 23,000 രൂപയ്ക്ക് കൊടുക്കാം. 2013 മാസ്ട്രോ 23,000 രൂപ. 2019 മാസ്ട്രോ 40,000 രൂപ. ഇതൊക്കെ ഒരു 6,000-7,000 അടച്ച് എടുക്കാൻ പറ്റും. 2017 മാസ്ട്രോ 30 നമുക്ക് 42,000 രൂപ 2017 മാസ്ട്രോ. പിന്നെ യൂണിക്കോൺ ആണ്. യൂണിക്കോൺ 2010 മോഡൽ യൂണിക്കോൺ വെറും 20,000 രൂപയ്ക്ക് കൊടുക്കാം. ലോൺ കിട്ടില്ല, മോഡൽ കുറവായിരുന്നു. 2013 വണ്ടിയാണ്, നമുക്കൊരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ വണ്ടിയും 2011 മോഡൽ വണ്ടിയാണ്, 25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ പൾസറാണ്. പൾസർ 2013 വണ്ടിയാണ്, ഏകദേശം 25,000 രൂപയ്ക്ക് കൊടുക്കാം. അത് അടുത്ത് വരുമ്പോൾ CBZ എക്സ്ട്രീം ആണ്, നല്ല വണ്ടിയാണ്, 25,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപ 2014 മോഡൽ CBZ. 25,000 രൂപ ഉള്ളൂ. നല്ല ഇഞ്ചിനൊക്കെ നല്ലതാണ്. അടുത്ത യമഹയുടെ ഫേസർ എന്ന് പറഞ്ഞ മോഡലാണ്, 28,000 രൂപയ്ക്ക് കൊടുക്കാം. എത്ര മോഡൽ? 2013 മോഡൽ. അത് അടുത്ത് 2015 മോഡൽ FT ആണ്, 42,000 രൂപയ്ക്ക് കൊടുക്കാം. അത് അടുത്ത് വരുന്ന പാഷൻ പ്രോ ആണ്, 2020 മോഡൽ പാഷൻ പ്രോ ആണ്, 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാം. അത് 2016 മോഡല് ഗ്ലാമർ ആണ്, നമുക്ക് ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 മോഡല്. അത് CHF Deluxe 2020 മോഡൽ വണ്ടിയാണ്, 48,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. അത് ഹോണ്ട ഷൈൻ SP ആണ്, 2021 മോഡൽ വണ്ടി, വെറും 62,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചാൽ എടുക്കാം. അതുപോലെ തന്നെ സ്പ്ലെൻഡർ 2022 മോഡൽ സ്പ്ലെൻഡർ ആണ്, ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്, പക്ക കണ്ടീഷൻ വണ്ടിയാണ്. സ്പ്ലെൻഡറിന്റെ ഓർഡിനറി മോഡലാണ്. ഈ വണ്ടി നമുക്ക് വെറും വണ്ടിയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. 68,000 രൂപ. പിന്നെ NSന്റെ 1 കളക്ഷൻ നമ്മുടെ തന്നെയുണ്ട്. 2019 മോഡല് വണ്ടിയാണ് NS, നമുക്കൊരു 95,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി. 2019 വണ്ടി. 2018 വണ്ടി 85,000 രൂപ. നല്ല നീറ്റ് വണ്ടി. അടുത്ത് വരുന്നത് 2019 വണ്ടി. 2019 ABS വണ്ടി, 95,000 രൂപ. 15,000 രൂപ അടച്ചെടുക്കാം. നല്ല നീറ്റ് വണ്ടി, ABS ഉള്ള വണ്ടി. പിന്നെ ടയർ മാറ്റി പുതിയ 2 ടയർ പുതുതാക്കി കൊടുക്കും. അടുത്ത് വരുന്ന പൾസറിന്റെ AS ആണ്. AS ഈ വണ്ടി നമുക്ക് വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2015 മോഡൽ AS ആണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ പുതിയ മാറ്റി പുതിയ ടയർ ഇട്ട്. പിന്നെ ഉള്ളതും CT 110X ആണ് നമ്മുടെ ഇരിക്കണേ. എല്ലാം 2021, 22 വണ്ടികളാണ് ഇരിക്കുന്നത്. നല്ല പക്ക കണ്ടീഷൻ വണ്ടികളാണ്. ഏകദേശം എല്ലാം ഏകദേശം 62,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നിങ്ങൾ നേരിട്ട് വന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യും. എല്ലാ സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളും എല്ലാ വണ്ടികളാണ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 1, 2, 3, 4, 5 CT 110X ഉണ്ട്. 60,000 രൂപയാണ് ചോദിക്കുന്ന വില. നമുക്ക് ഏകദേശം ഒരു 10 രൂപ അടച്ച് എടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, പക്ക വണ്ടികളാണ്. ഇത്രയും വണ്ടികളുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് നല്ലത് നോക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ പ്ലാറ്റിന 2023 പ്ലാറ്റിന 60,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 10 രൂപ അടച്ചെടുക്കാം. അത് 2019 പ്ലാറ്റിന ഉണ്ട്, 48,000 രൂപ. 2021 പ്ലാറ്റിന വെറും 55,000 രൂപ. 2013 പ്ലാറ്റിന
നമുക്ക് ഏകദേശം ഒരു 25,000 രൂപ. അത് 2018 പ്ലാറ്റിന 37,000 രൂപയ്ക്ക് കൊടുക്കാം. സെൽഫുള്ള പ്ലാറ്റിന. ഗ്ലാമർ 2016 ഗ്ലാമർ 30 ഹീറോയുടെ ഗ്ലാമർ വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ജിക്സർ 2014 മോഡൽ ജിക്സറാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, തിളങ്ങണ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും വെറും 30,000 രൂപയ്ക്ക് ജിക്സർ കൊടുക്കാം. ലോൺ വേണമെങ്കിൽ ലോണും കിട്ടും. ഏകദേശം ഒരു 10-12,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം കുറേ വണ്ടികൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് കുറവാണ്. എങ്കിലും നിങ്ങൾ വന്നാൽ നമുക്ക് ഈ വണ്ടികൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വണ്ടികളെല്ലാം ഉള്ളതാണ്. പാൻ കാർഡ് വേണ്ട, ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, വീട്ടിലെ കറണ്ട് ബില്ല് ഉണ്ടെങ്കിൽ നല്ലത്. അതാണ് വേണ്ടത്. ലോൺ എടുക്കാൻ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ആണ് ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, വീട്ടിലെ കറണ്ട് ബില്ല്. അതാണ് മെയിൻ ആയിട്ട് ലോൺ എടുക്കാൻ വേണ്ടുന്നത്. നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ലോൺ കിട്ടും. കാസർഗോഡ് ജില്ലയിലും ലോൺ കിട്ടും. അപ്പൊ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ദൂരമായിട്ട് പോകും. സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും സിവിൽ സ്കോർ നമുക്ക് നിങ്ങളുടെ വണ്ടി എടുക്കാൻ പറ്റുന്ന ആൾക്ക് സിവിൽ സ്കോർ കുറവാണെങ്കിൽ സിവിൽ സ്കോർ ഉള്ളത് വീട്ടിലുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രൂഫ് കിട്ടിയാലും മതി, നമുക്ക് ലോൺ ആയിട്ട് കൊടുക്കാം. ഹണ്ടർ 2023 വണ്ടിയാണ്. ഹണ്ടർ നല്ല വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി, അലവിയിലേക്ക് വരുന്ന ഹണ്ടറാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. പക്ക വണ്ടി. അതേപോലെ തന്നെ ഹണ്ടർ അതിലും പക്ക വണ്ടിയാണ്. വെറും 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. സ്പോക്ക് വീലുള്ള വണ്ടിയാണ് ഹണ്ടർ. ഏറ്റവും നല്ല വണ്ടി, നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ എവിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 1,48,000 കൊടുക്കും. 1,48,000 കൊടുക്കും. അതേപോലെ തന്നെ വി സ്റ്റോം ആണ്. നമുക്ക് 1,80,000 രൂപ. 1,80,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. അടുത്തത് ജിക്സറിന്റെ 2022 വണ്ടിയാണ്. നമുക്കൊരു 90,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ജിക്സറാണ്. അതേപോലെ തന്നെ 10 രൂപ അടച്ചാൽ മതി. ജിക്സറിനൊക്കെ 10 രൂപ അടച്ചാൽ മതി. 10 അടച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ 2021 മോഡല് B3 ആണ്. നമുക്ക് ഏകദേശം 1,42 കൊടുക്കാം. 1,42 കൊടുക്കാം. അതേപോലെ നല്ല ഷോറൂം കണ്ടീഷനുള്ള അലോയ്, അതേപോലെ തന്നെ അലോയ് ABS ഒക്കെ ഉള്ള 2021 മോഡല് ക്ലാസിക് ബുള്ളറ്റ് 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 30,000 രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം. 2021 മോഡൽ വണ്ടിയാണ്. വെറും 25,000 കിലോമീറ്റർ ആണ് ഓടിക്കണേ. 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും കൂടി ഓഫർ കൊടുക്കാം ഉറപ്പായിട്ടും. ഓക്കെ. പിന്നെ 2022 മോഡൽ FC ആണ്. നമുക്ക് 95,000 രൂപ കൊടുക്കാം. FC 95,000 രൂപ. 2023 മോഡൽ FC. ഈ നല്ല പുതിയ മോഡൽ വണ്ടി, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ 2021 മോഡൽ വണ്ടി വെറും 80,000 രൂപ. 10 രൂപ അടച്ചാൽ നമുക്ക് കിഡിലൻ FZX കിഡിലൻ വണ്ടി ഇതൊക്കെ. അതേപോലെ തന്നെ ഇതും അതെ 2021 മോഡൽ വണ്ടിയാ. 80,000 രൂപയ്ക്ക് ഉണ്ടാവും. റെഡ് കിഡിലൻ വണ്ടി. അതെ. ഓല ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ഓലയുണ്ട്. ഓല 2023 മോഡൽ വണ്ടിയാണ്. 2023 മോഡൽ വണ്ടി. നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷനുള്ള വണ്ടിയാണ്. കേൽസോൺ D എറണാകുളം രജിസ്ട്രേഷൻ തന്നെയാണ് ഈ വണ്ടിയുടെ വില. വെറും 75,000 രൂപയ്ക്ക് നല്ല വണ്ടി കൊടുക്കാം. 75,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നമുക്കാകുമ്പോൾ ഇതിനാകുമ്പോൾ ബാറ്ററി വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. പക്ക വണ്ടിയാണ്. നമുക്ക് വെറും 75,000 രൂപയ്ക്ക് ലോൺ കിട്ടും. XL ഇത് ഈ ഓലയുടെ പ്രത്യേകിച്ച് ഓലയുടെ S1 Pro എന്ന് പറഞ്ഞ മോഡലാണ്. S1 Pro ആണ്. S1 അതാണ് വണ്ടി. നല്ല വണ്ടി. വെറും 75,000 രൂപയ്ക്ക് ഓല കൊടുക്കാം. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ച വണ്ടിയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം വേറെ അത് വേറെ ബ്ലൂ കളറായിരുന്നു. ഇത് ബ്ലാക്ക് കളർ. പിന്നെ ഫസീനോ 2022 വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടിയാണ്. നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്തത് വരുന്നത് അതിന് 10 രൂപ. സ്കൂട്ടറുകളെല്ലാം നമുക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും. അവനീസ് 2023 വണ്ടിയാണ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് വെറും 85,000 രൂപ കൊടുക്കാം. 5,000 രൂപ കൊടുത്താൽ കിട്ടുന്ന വണ്ടികളുണ്ട്. പിന്നെ 5,000 രൂപയ്ക്ക് കിട്ടുന്ന എല്ലാ വണ്ടികളും അല്ല. ചില വണ്ടികൾ 5,000 രൂപ അടച്ചാലും മാസം ഏറ്റവും മിനിമം ചുരുങ്ങിയ അടവ് 1,400 മുതൽ അടവുണ്ട്. 1,000 രൂപ 1,500 മുതലുള്ള അടവിൽ നമുക്ക് എടുക്കാം. പിന്നെ അടുത്ത് വരുന്നത് എൻടോർക്ക് ആണ്. എൻടോർക്ക് 2018 മോഡലാണ്. ഇതാണെങ്കിൽ നല്ല വണ്ടിയാണ്. നമുക്കൊരു 50,000 രൂപ വില വരുള്ളൂ. നമുക്കൊരു 10 രൂപ താഴെ ഒരു 7,000 രൂപ 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അടുത്ത് വരുന്നത് എൻടോർക്ക് തന്നെ. 2021 മോഡൽ എൻടോർക്കാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. നോക്കട്ടെ. അത് അടുത്ത് വരുന്നത് 2021 വണ്ടിയാണ്. നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇതൊക്കെ 10 രൂപ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാകുമ്പോൾ 2022 വണ്ടിയാണ്. ലിയോ ടെക് എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി. ഇതാണെങ്കിൽ നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 വണ്ടി. പിന്നെ 10 രൂപ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ കിട്ടും. 10 രൂപയ്ക്ക് നോക്കാം. പറ്റിയില്ലെങ്കിൽ 15 ആക്കേണ്ടി വരും. പിന്നെ ഡിയോ 2022 ഡിയോ
വെറും 70,000 രൂപയ്ക്ക് 2022 ഡിയോ കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി. അത് അടുത്ത് വരുന്ന 2021 ഡിയോ ആണ്. 73,000 രൂപയ്ക്ക് കൊടുക്കാം. റെപ്സോൾ എഡിഷൻ ആണ്. ടയർ മൊട്ടയാണ് മാറ്റി കൊടുക്കും. അത് 2019 ഡിയോ ആണ്. നമുക്ക് വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ വേണ്ട, 7,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 7,000 രൂപയ്ക്ക് നമുക്ക് ഈ ഡിയോ കൊടുക്കാം. പിന്നെ 2021 ഡിയോ ഉണ്ട്. നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടി ആണെങ്കിൽ നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനും 7,000 രൂപ അടച്ചാൽ ലോണായിട്ട് കിട്ടും. അടുത്ത് വരുന്ന ഡിയോ ആണ്. 2021 മോഡൽ വണ്ടി. നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത് 2022 വണ്ടി ജൂപ്പിറ്റർ ആണ്. 65,000 രൂപയ്ക്ക് കൊടുക്കാം. 65,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 7,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം. അടുത്ത 2017 വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണ് 42,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. അടുത്ത 2016 റേസ് ആണ്. റേസ് എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല വണ്ടിയാണ്. 32,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത 2016 ആക്റ്റീവ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 37,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ 7 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2019 മോഡൽ വൈറ്റ് കളർ ആക്സസ് ആണ്. 55,000 രൂപയ്ക്ക് കൊടുക്കാം. പക്ക വണ്ടി. അടുത്ത 2019 മോഡൽ വണ്ടി 55,000 രൂപ. അപ്പറിൽ ഇരിക്കുന്നുണ്ട്. അപ്പറിലയുടെ 2018 മോഡൽ 2018 മോഡൽ വണ്ടി വെറും 42,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചെടുക്കാം. 5,000 പ്രീമിയം വണ്ടികളും കൂടി നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അത് വരുമ്പോൾ R15 V3 2021 മോഡൽ വണ്ടി 1,42,000 രൂപ. ഏകദേശം ഒരു 32,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റുന്ന 32,000 മതി. അടുത്ത് വരുന്നത് ഡ്യൂക്കിന്റെ 250 2020 മോഡൽ വണ്ടിയാണ്. 1,65,000 രൂപ. 35,000 രൂപ ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതെ. പിന്നെ 2023 മോഡല് ബ്ലാക്ക് MT ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ABS ഉള്ള ഫ്രണ്ടും ബാക്കും ABS ഉള്ള പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് ഈ MT. ബ്ലാക്ക് കളർ വണ്ടിയാണ്. 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 35,000 രൂപ വെച്ചാൽ ലോണായിട്ട് എടുക്കാം. 2023 വണ്ടിയാണ്. അതുപോലെ തന്നെ CBR 2015 വണ്ടിയാണ്. CBR 150 വെറും നമുക്കൊരു 65,000 രൂപ കൊടുക്കാം. വണ്ടി നല്ല രക്ഷയില്ലാത്ത ലുക്കാട്ടെ ഈ CBR-ന്റെ പ്രത്യേകത പറഞ്ഞാലേ. പിന്നെ നല്ല ഉഗ്രം വണ്ടിയാണ്. ആകെ 65,000 ആകെ 65,000 രൂപയുള്ളൂ. ഇതിന് ലോൺ കിട്ടുമോ? പിന്നെ ലോൺ കിട്ടും. ഏകദേശം ഒരു 30,000 രൂപ അടച്ചു കഴിഞ്ഞാലും നമുക്ക് ലോൺ കിട്ടും. ഏകദേശം ഒരു 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും. 28,000 അടച്ചാലും നമുക്ക് ലോൺ കിട്ടിയേക്കും. അതല്ലേ? അതിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എഞ്ചിനും കാര്യങ്ങളും എല്ലാം നല്ല വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി തന്നെയാണ് കേട്ടോ. അതെ. പിന്നെ അടുത്ത് വരുന്ന എക്സ്പൾസിന്റെ റാലി എഡിഷൻ ആയിട്ട് വരുന്ന വെറും 5,000 കിലോമീറ്റർ ഓടിയ റാലി എഡിഷൻ എക്സ്പൾസിന്റെ ഏകദേശം നമുക്കൊരു 1,35 കൊടുക്കാം. വണ്ടി നല്ല കിടുക്കാച്ചി വണ്ടി. 1,35. അതേപോലെ തന്നെ ബുള്ളറ്റിന്റെ സ്റ്റാൻഡേർഡ് ആണ്. 2020 മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. 2020 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ല നീറ്റ് വണ്ടി. 1,15 കൊടുക്കാം. എഞ്ചിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഞ്ചിന്റെ ഭാഗത്ത് 1 മാസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം അതിൽ നമുക്ക് വാറന്റി കൊടുക്കാം. കാരണം 1 മാസത്തെ വാറന്റി കൊടുക്കാനുള്ള വണ്ടികളും 1 മാസം വരെ നിലനിൽക്കുന്നുള്ളതല്ല. ഇത് കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. 1 മാസം വരെയുള്ള ഓയിൽ ചേഞ്ച് ഞങ്ങൾ ഇവിടുന്ന് ചെയ്ത് വിടുന്നതുകൊണ്ട് നമുക്ക് 1 മാസം വരെ വാറന്റി കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം വരില്ല. ബുള്ളറ്റ് ഒക്കെ 2 ലക്ഷം കിലോമീറ്റർ വരെ ഈസി ആയിട്ട് ഓടും. വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടി നീറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നേരിട്ട് വരിക, വണ്ടി ഓടിച്ചു നോക്കുക. 100% ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അഡ്വാൻസ് ചെയ്ത് ബാക്കി ലോണും ചെയ്ത് എടുക്കുക. വന്നാൽ അന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇന്നിപ്പോ നമ്മളെ ഡെലിവറി ചെയ്തിരിക്കാനെ കണ്ടില്ലേ? നമ്മൾ ഇന്നിപ്പോ വണ്ടി കസ്റ്റമർ വന്നു. അവർ വർക്കലേന്ന് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വന്നു. പുള്ളിയുടെ വൈഫിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നു. മക്കളും പുള്ളിയുടെ വന്നു. വണ്ടി വന്ന് കണ്ട ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തന്നെ 1 മണിക്കൂറിനുള്ളിൽ ലോൺ അപ്രൂവലായി പോയി. വർക്കലേന്ന് വന്നതാ. 1 മണിക്കൂറിനുള്ളിൽ ലോൺ അപ്രൂവ് ആയി. 1 മണിക്കൂർ കൊണ്ട് ലോൺ അപ്രൂവലായി വണ്ടിയായിട്ട് പോയി. എല്ലാ ആളുകൾക്കും 1 മണിക്കൂർ കൊണ്ട് അപ്രൂവ് ആവുമോ? പിന്നെ സിവിൽ സ്കോറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്രൂവൽ ആയിരിക്കും. അതല്ലേ? അപ്പൊ അന്ന് തന്നെ കൊണ്ടുപോവാം. ഓക്കെ. അതാണ് നമ്മുടെ ഇത്. എന്താണെങ്കിലും നിങ്ങൾ വരിക, നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. നമ്മളെല്ലാം കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ട് തന്നെ തരാം. പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. വണ്ടിയുടെ കച്ചവടമാണ്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ 100% നമുക്ക് വിശ്വസിച്ച് തരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാണുക. കണ്ടാൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ക്ലിയർ ആക്കി തരാം. പിന്നെ മാക്സിമം എന്നെ തന്നെ കാണാൻ ശ്രമിക്കുക. എന്നെ കാണാൻ തന്നെ ശ്രമിക്കുക. അതുകൊണ്ടാണ് പറയണത്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.